നമസ്കാരം. ഈ ഒരു മാറ്റം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? വളരെ ഡിഫറെൻ്റ് ആയിട്ട്, കാരണം ഓണം കുറച്ച് കാലമായില്ല പോകുന്ന ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു മാറ്റം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? രണ്ടുപേരും കൂടിയിട്ടുള്ള ആദ്യത്തെ ഓണം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഓണം എന്ന് പറയുന്നത് തന്നെ ഒന്നിച്ചു ചേരലിൻ്റെ ഒരു അവസരമാണ്. ബന്ധുമിത്രാദികൾ എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു അവസരം. ആദ്യ ഓണം ഇത് ഏത് വിധത്തിൽ ആഘോഷിക്കാനാണ് രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത്? ഈ ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു 4-5 മാസത്തേക്ക് ഒരു അടുപ്പിച്ച് 2-3 ഫിലിംസിൻ്റെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു. അപ്പോൾ സംയുക്തയെ കാണാനായിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് അധികം സമയം കിട്ടാറില്ലായിരുന്നു. അപ്പോൾ സംയുക്ത കൂടുതലും ലൊക്കേഷനിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഈ ഓണം പടങ്ങളുടെ എല്ലാം തിരക്ക് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കൊരു 1-2 ആഴ്ചത്തെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ആദ്യ ഓണം എന്ന രീതിയിൽ അത് വീട്ടിൽ തന്നെ ആഘോഷിക്കാനാണ് തീരുമാനം. കാരണം എൻ്റെ ബ്രദേഴ്സും ചേട്ടത്തിമാരും എല്ലാവരും വരും ആ സമയത്ത്. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടി നമ്മുടെ വീട്ടിലാദ്യം, അതിനുശേഷം ചിന്നുൻ്റെ വീട്ടിലേക്ക് പോയിട്ട്. സാധാരണ ഇങ്ങനെ ഓണൊക്കെ ആകുമ്പോൾ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണൊക്കെ പലരും ക്ഷണിക്കില്ലേ? ബന്ധുക്കളൊക്കെ ധാരാളം പേര് ക്ഷണിക്കില്ല. അങ്ങനെ ഒരുപാട് ക്ഷണങ്ങൾ ഉണ്ടാവും തോന്നുന്നു. ക്ഷണങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം? എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കുറേയൊക്കെ പോകണം. എന്നാലും ഈ ആദ്യത്തെ ഓണം എന്നാകുമ്പോൾ എല്ലാവർക്കും ഒരാഗ്രഹം കാണും, ബന്ധുക്കൾക്കെല്ലാം രണ്ടുപേരെയും ഒന്നിച്ച് കാണണം, ഒന്നിച്ച് ഓണം ആഘോഷിക്കണം. പ്രത്യേകിച്ച് രണ്ടുപേരുടെ അച്ഛനും അമ്മയും അടുത്ത ബന്ധുക്കൾക്കും. എങ്ങനെയാണ് ഈ കുറച്ച് ദിവസത്തെ ഈ അവധി കൊണ്ട് ഇതെല്ലാം കൂടെ രണ്ടുപേരും? പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരും വീട് വളരെ അടുത്തായതുകൊണ്ട് ബന്ധുക്കളൊക്കെ വളരെ വളരെ അടുത്താണ്. അപ്പൊ എല്ലാവരും അടുത്തടുത്തായതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയാ ഓണത്തിന് എന്തെങ്കിലും പ്രത്യേക വിഭവങ്ങൾ ഉണ്ടാക്കാൻ എന്തെങ്കിലും തയ്യാറെടുപ്പുണ്ട്? അങ്ങനെയൊന്നും അറിയില്ല. കുറച്ചൊക്കെ വെറുതെ മെഴുക്കുവരട്ടിയും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനേ അറിയുള്ളൂ. എന്നാലും നമുക്ക് പരീക്ഷണങ്ങൾ നടത്താനൊരു അവസരമല്ലേ? നല്ലൊരു ദിവസം ആദ്യത്തെ ഓണമായിട്ട് വീട്ടുകാരെ മുഷിപ്പിക്കേണ്ട സ്വയം പറയട്ടെ വെച്ചിട്ടാണ് തീരുമാനം കാത്തിരുന്നത്. ഞാൻ പറഞ്ഞിട്ട് പ്രശ്നമാണല്ലേ? ശരി. ഇദ്ദേഹം എങ്ങനെയാ കാര്യത്തിൽ ചിലപ്പോ അങ്ങനെ ഉണ്ടാവാറുണ്ട് ആണല്ലേ? അങ്ങനെ സംഭവിക്കാറുണ്ട്. അതൊരു ഭാഗ്യമാണ് കേട്ടോ. അതെ അതെ, നല്ലോണം കുക്ക് ചെയ്യും. പക്ഷെ നോണാണ് കൂടുതലും കുക്ക് ചെയ്യാൻ. എനിക്ക് നോൺ തന്നെ ഒട്ടും അറിയില്ല. ജോട്ടാസിലെ കുക്ക് ചെയ്യും. ഞാൻ ഫിലിമിലൊക്കെ വന്നതിന് ശേഷം കുറച്ച്, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. ശരി. എന്താണ് ഇഷ്ടപ്പെട്ട വിഭവം ഓണക്കാലത്ത് എന്നല്ല പൊതുവെ എങ്ങനെയാണെങ്കിൽ? എനിക്ക് പുളിശ്ശേരി ഒഴിച്ച് ബാക്കിയെല്ലാം ഇഷ്ടമാണ്. പുളിശ്ശേരിയോട് എനിക്ക് വലിയൊരു താല്പര്യം പണ്ട് തൊട്ടേ ഇല്ല. പുളിശ്ശേരി അവിയലും അവിയല് നമ്മുടെ സ്വന്തം വിഭവമാണെന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ അവിയലി ബാക്കി വരുന്ന എല്ലാ പച്ചക്കറി അരിഞ്ഞ് താൻ ഉണ്ടാക്കുന്ന ഒരു കറിയുടെ ഒരു ഫീലേ ഉള്ളൂ. എനിക്ക് പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല കേട്ടോ ഇതുവരെ. അവിയലിലേക്കൊന്നും എത്തിയിട്ടില്ല. അതിന് മുമ്പുള്ള ഈ മെഴുകുവരട്ടിയിലേ നിൽക്കണുള്ളൂ. അത് വിട്ട് പോന്നിട്ടില്ല ഇതുവരെ. പിന്നെ പായസം വെച്ച് ഇഷ്ടമാണ് പായസത്തിനെ. ഓണം സീസൺ എന്ന് പറഞ്ഞാൽ മധുരം കഴിച്ച് പായസം പ്രത്യേകിച്ച്. ഏറ്റവും ഇഷ്ടമുള്ള പായസം ഏതാണ്? അയ്യോ, തൃശ്ശൂര് പാലടയുടെ ഒരു സ്ഥലമാണ്. ഇപ്പോ പ്രണയം കുറച്ചു കാലം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇതിനിടയ്ക്ക് ഓണം എപ്പോഴും വന്നിരുന്നു? ഇതിനിടയ്ക്ക് രണ്ടോണം വന്നു. ആ ഓണങ്ങൾ പ്രണയകാലത്തെ ഓണം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? വിജോട്ടൻ ലൊക്കേഷനിലായിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കാനേ പറ്റുള്ളൂ പ്രണയമല്ലേ? നമുക്ക് അനുഭവിക്കാൻ വളരെ കുറച്ച് അവസരങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഫോണിൽ കൂടെ ഒക്കെ വിളി ഉണ്ടാവില്ല. ഓണത്തിന് നമ്മൾ കൊടുക്കുന്ന ഓണത്തിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു മൊമെന്റ് തന്നെയാണ്. ഇപ്പൊ എന്റെ ഒരു ലൈഫിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ഓണം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. എന്നാലും ഞങ്ങൾ എല്ലാവരും ഫാമിലി എല്ലാവരും ഒത്തുകൂടും. അതിന്റെ ഒരു സംസാരിക്കലും ഉത്സവമൊക്കെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ പ്രണയത്തെ കുറിച്ച് ആദ്യകാലത്ത് ചില ഒച്ചപ്പാടുകൾ അവിടെ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടാവും സിനിമക്കാരാകുമ്പോൾ അങ്ങനെ ചില പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം കുറെ നിഷേധങ്ങളും പിന്നെ കുറെ സ്വീകരിക്കലൊക്കെ ഉണ്ടായില്ലേ? അപ്പൊ ആദ്യം ഇങ്ങനെ ഇത് പുറത്തായപ്പോ ഉണ്ടായ ഒരു ഫീലിംഗ് എന്തായിരുന്നു? അത് ഞാൻ പറയാം. ഞങ്ങള് ഫസ്റ്റ് ഒരുമിച്ച് അഭിനയിക്കുന്ന മൂവി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലാണ്. അപ്പൊ ആ മൂവിയില് ഞങ്ങള് ആകെ ഒരു സീനിൽ മാത്രമേ ഞാൻ സംയുക്തമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ആ മൂവി റിലീസാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയില്ല ആ ടോക്ക് എങ്ങനെയാ വന്നതെന്ന് അറിയില്ല. പിന്നെ അതിനുശേഷമാണ് മഴ ചെയ്തത്. മഴ, പിന്നെ മേഘമഴ, മധുരം. അപ്പോഴേക്കും ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യലും എല്ലാവരും നമ്മളെ കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങി, സെറ്റ്സിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ യാതൊന്നുമില്ല ഇതിനെപ്പറ്റി യാതൊന്നുമില്ല ആ സമയത്തൊന്നും.
പക്ഷേ പക്ഷെ അതിന് മുമ്പേ എന്റെ ഇന്റർവ്യൂ ആയിട്ടും ബിജുവേട്ടന്റെ ഇന്റർവ്യൂ ആയിട്ടും ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ പറയുന്നത് പോലെ എനിക്ക് ബിജുവേട്ടനെ ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്ന പോലെ ഇന്റർവ്യൂസ് വന്നിരുന്നു. ബിജുവേട്ടന്റെ ഇന്റർവ്യൂസ് വന്നിരുന്നു. അങ്ങനെ വന്നപ്പോ ആൾക്കാർ വിചാരിച്ചു, ശരിക്കും വിചാരിച്ചു ഞാൻ ഞങ്ങൾ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു സെറ്റിലെല്ലാം. ഭയങ്കര കോൺഷ്യസ് ആണ്. ഞങ്ങൾക്ക് ഒരുമിച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ചുമ്മാ ഒന്ന് പരസ്പരം നോക്കി എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണ്ടെന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരുന്നു സീൻസ് ചെയ്യുമ്പോഴെല്ലാം. പ്രണയിക്കാൻ പറ്റിയിട്ടില്ലേ ആ കാലത്ത്? ഞങ്ങളുടെ അങ്ങനെ ഒരു പ്രണയം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെയോ സമയത്ത് പ്രണയിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടുപേരും തൃശ്ശൂർക്കാരല്ലേ? അതിന് ഇതിനു മുമ്പ് ഏതെങ്കിലും സിനിമയിൽ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും അവസരത്തിൽ കാണാനോ പരിചയപ്പെടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ബിജുവേട്ടൻ ശരിക്കും ആദ്യം ഫിലിമിൽ വരുന്ന സമയത്ത് ഞാൻ ഈ പ്രണയവർണ്ണങ്ങളൊക്കെ റിലീസ് ആവുന്ന സമയത്ത് ഇങ്ങനെ കോളേജിലേക്ക് ആർട്സ് ഫെസ്റ്റിവലിനൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനടുത്തൊക്കെ പറഞ്ഞു എന്തൊരു ജാടയാണ് ഈ ബിജു മേനോൻ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഇങ്ങനെ ഞാനിങ്ങനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. പിന്നെ ഒരുമിച്ച് അഭിനയിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് അവരെ വിളിച്ചപ്പോൾ അവരുടെ ഒന്നും എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ. നല്ല കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. പോവാൻ പറ്റിയ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ഒന്നല്ല കേട്ടോ, ഒരു പ്രശ്നമില്ലാത്ത കോളേജാ. പക്ഷെ ഇത്തിരി പേടിക്കും, അത്രേ ഉള്ളൂ. മിക്സ്ഡ് കോളേജായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള കോളേജാകുമ്പോ പേടിയാവുമല്ലോ നമുക്ക് ആർട്ടിസ്റ്റിനാണ്. സമയമില്ലാത്തുണ്ടായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അല്പം മുഖസ്തുതിയാവും. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഈ ബിജു മേനോന്റെ വ്യക്തിത്വത്തിൽ എന്താണ് സംയുക്തയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്? അഭിനയിക്കാനുള്ള കഴിവാണോ, മറ്റേ എന്താണ് ആ ഒരു പേഴ്സണാലിറ്റി ഒരു എലമെന്റ് ഉണ്ടാവും? എല്ലാം പറഞ്ഞോളൂ, ഇവിടെ വെച്ച് അങ്ങനെ ഇരുത്തിയിട്ട് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അതിപ്പം ഉണ്ടാവും, കുറെ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഒരുപാട്. പിന്നെ നമുക്ക് ആദ്യം പ്രേമം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഒരാളെ കാണുന്നതും പിന്നെ ഒരുപാട് സിറ്റുവേഷൻ കൊണ്ടാണല്ലോ നമ്മൾ പ്രേമിക്കുന്നത്. സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ പ്രേമിക്കുമല്ലോ. ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഞാൻ ബിജുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ അതിന് ശേഷം ശരിക്ക് അടുത്തതിന് ശേഷമാണ് ബിജുവേട്ടൻ്റെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഞാൻ അറിയുന്നത്. ശരിക്കും കല്യാണത്തിന് ശേഷമായിരിക്കും. അല്ലെങ്കിൽ പ്രണയിച്ച് ഞങ്ങൾ ഏകദേശം 2 കൊല്ലത്തോളം ഞങ്ങളുടെ പ്രണയം നീണ്ടു നിന്നു. അപ്പൊ ആ സമയത്തും ഒരുപാട് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ പ്രണയിക്കുന്നില്ലെന്നാണോ? പ്രണയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദ്യത്തെ സമയത്ത് ഞാൻ ആദ്യം ബിജുവിനെ കാണുമ്പോൾ എല്ലാ നെഗറ്റീവ് പോയിന്റ്സും ആണ് ഞാൻ അങ്ങനെയാണ് ആദ്യം കണ്ടിരിക്കുന്നത്. അതെ, എന്റെയും ഏറ്റവും നെഗറ്റീവ് അതല്ല, തുടക്കം മുതൽ പ്രേമം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും വിചാരിക്കും ഞങ്ങൾ ഭയങ്കര പ്രേമായിരുന്നു. പക്ഷെ ശരിക്കും കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ വഴക്കൂടിയ പോലെ ഒരൊറ്റ പ്രേമിക്കുന്നവരും വഴക്കൂടി ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ വഴക്കായിരിക്കും ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടുകാർ പോലും വിചാരിച്ചിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ പ്രേമിക്കുക എന്ന് പറയുന്നുണ്ട്. ഫോണിൽ കൂടെ അടിയോടടി. ഫാന്റസി അല്ല, റിയാലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് വഴക്കൊക്കെ. പക്ഷെ കല്യാണത്തിന് ശേഷം കുറവാ. എനിക്കത് വഴക്കൂടി മതിയായി. ഇതേപോലെ തന്നെ സംയുക്തയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റി എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്? സംയുക്ത എനിക്ക് കൂടുതൽ അടുത്തറിയാനായിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചന്ദ്രമുഖിൽ ആ മൂവി തൊട്ട് തന്നെ ഈ 3 ചിത്രങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു 2 മാസം വീതം കുറേ അടുപ്പിച്ച് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ കൂടുതൽ അടുത്തറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര കീനായിട്ട് വാച്ച് ചെയ്യായിരുന്നു. എന്താണ് ഒരു ക്യാരക്ടർ, കാരണം വളരെ ഇമ്മച്ചുവേർഡ് ആണോ ചൈൽഡിഷ് ആണോ ഒന്നും നമുക്കറിയില്ല. കാരണം അപ്പം അങ്ങനെ വാച്ച് ചെയ്യായിരുന്നു. പിന്നെ ഈ ഒരു ഫിലിമിൽ വന്നതിന് ശേഷം ആ ഒരു ഫെയിമിൻ്റെ ഇത് ഉൾക്കൊണ്ടിട്ട് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നവരാണോ, ഇനിയിപ്പോൾ ആ ഒരു ഫെയിമിന് ശേഷം ഇപ്പോൾ ഒരു മാരേജിന് ശേഷം ആ ഒരു ഫെയിം ലൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യും, അത് വളരെ ഡിപ്രഷൻ ഉണ്ടാക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവരുടെ ക്യാരക്ടർ സ്റ്റഡിയിലുണ്ടാവും. അങ്ങനെ പല സിറ്റുവേഷനിൽ നമ്മൾ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം ആ കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ആ ഒരു നമ്മളൊരു പോസിറ്റീവ് രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണത്. നല്ല സുഖം. അല്ല, ഇപ്പൊ നിങ്ങളുടെ പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ ലവ് ഇസ് ബ്ലൈൻഡ് എന്ന് പറയുന്ന സംഭവം ഇല്ലെന്ന് തോന്നുന്നു. വളരെ ആലോചിച്ച് വിലയിരുത്തിയാണ്. ഡിറ്റക്റ്റീവ് വർക്ക് ഉണ്ടായിരുന്നു. വഴക്കായിരുന്നു മെയിനായിട്ട്. ശരിക്കും തുടങ്ങുമ്പോഴേ ഞങ്ങൾ കാണുമ്പോൾ തന്നെ ബിജുവേട്ടന് ഭയങ്കര ജാടയാന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയത്. കാരണം ഇങ്ങനൊരു ആദ്യം കോളേജിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതായതുകൊണ്ട്. അതെന്താ സാറിന് ഈ പ്രണയിക്കുമ്പോഴേ എപ്പോഴും നമ്മുടെ പോസിറ്റീവ് വശം പ്രൊജക്ട് ചെയ്യാനാണ് ഓരോരുത്തരും ശ്രമിക്കുക. അത് കഴിയുമ്പോൾ ഭയങ്കര ഡിസല്യൂഷൻമെന്റ് ആയിരിക്കും. ഇത് പക്ഷെ അങ്ങനെ ഇല്ലാത്തത് ഒരു നല്ല ലക്ഷണമാണ്.
താങ്ക് യു. അങ്ങനെ ആവട്ടെ. അപ്പോൾ കുറച്ചും കൂടെ പുറകോട്ട് പോയാലേ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുന്നത് ഇപ്പോൾ സംയുക്തയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഒരുപാട് കലാപാരമ്പര്യം വീട്ടിലുള്ള ഒരു ചുറ്റുപാട് ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ ഓണത്തെ എങ്ങനെയാണ് ആസ്വദിച്ചിരുന്നത്? എൻ്റെ വീട്ടിൽ ശരിക്കും അമ്മൂമ്മയും അപ്പൂപ്പൻ്റെയും കൂടിയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ആ ശരി. അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനാണ് കൂടുതൽ താല്പര്യം. ഓണം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അവർക്കായിരിക്കും. അപ്പൊ ഞാൻ രാവിലെ എണീക്കണതിന് മുമ്പേ പൂക്കളൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് കൂടുതലും അമ്മൂമ്മയും അപ്പൂപ്പനും ആയിരുന്നു വീട്ടില് കുട്ടികളായിട്ടുണ്ടായിരുന്നു. പക്ഷെ സിനിമയ്ക്ക് വന്നതിന് ശേഷം വലിയ ബുദ്ധിമുട്ടല്ലേ? സിനിമയ്ക്ക് വന്നതിന് ശേഷം രാവിലെ വന്ന് പ്രൊഡക്ഷൻ ബോയ്സ് ടക്കം ഒരു അവസ്ഥയൊക്കെ രാവിലെ വന്ന് നേരത്തെ ഷൂട്ടിങ്ങിന് പോകണം എന്നുള്ള അപ്പൊ ഭയങ്കരതായിരിക്കുമല്ലോ. ആദ്യത്തെ കുറച്ച് കാലത്തൊക്കെ ഭയങ്കര. പിന്നെ ചെയ്യാലോ. എന്തൊക്കെയായിരുന്നു ആ കാലത്ത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്നത്? ഇപ്പം മ്യൂസിക്കിന്റെ നല്ലൊരു ഇതുണ്ടെന്ന് തോന്നുന്നു, ഡാൻസിന്റെ നല്ലൊരു. ഇല്ല, ഞങ്ങൾ ഹൗസിംഗ് കോളനിയിലായിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഉണ്ടാവുമായിരുന്നു, പൂക്കള മത്സരമൊക്കെ. അപ്പൊ എന്റെ ചെറിയമ്മ വന്നിട്ട് ഇങ്ങനെ നന്നായി വരയ്ക്കും ചെറിയമ്മ. അപ്പൊ നന്നായി ഇങ്ങനെ ഓരോരോ കഥകളി കവിത എഴുതില്ലേ? അപ്പൊ ഒരുപാട് ഈ കഥകളിയും അങ്ങനെ ഒരുപാട് വരച്ച് പൂക്കൾ ഇടുമായിരുന്നു. അങ്ങനെ അത് എന്നിട്ട് ഞങ്ങൾക്ക് 2-3 പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടില്. അപ്പൊ അതൊരു രസമായിരുന്നു. തിരുവാതിരയൊക്കെ ഈ ഓണക്കാലത്ത് ഉണ്ടാവില്ലായിരുന്നു? തിരുവാതിര കളി ഹൗസിംഗ് കോളനി ആയതുകൊണ്ട്. പാചകമോ എങ്ങനെയാണ്? ആ ഓണ സീസണിന് വേണ്ടി ഉള്ള പാചകം അങ്ങനെ ഒന്നുമില്ല, ഞാനൊന്നും ഉണ്ടാക്കാറില്ല. അമ്മയും എന്നാലും ഒരു പ്രത്യേകിച്ച് ഒരു ഈ ചിപ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഓണ സീസണിലാണ് കൂടുതൽ ഉണ്ടാവുക. അതിന്റെ ഒരു മണം ഒക്കെ അത് വരുമ്പോഴേ ഓണത്തിന്റെ ഒരു മണം അല്ലേ? പാലട പ്രധാനന്റെ കാര്യം പറഞ്ഞ പോലെ അല്ലേ, 10 പേരുടെ ഒരു ഇത് ജോർജ് ഓണക്കൂർ സാറിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ അങ്ങനെ അറ തുറക്കുന്ന ഒരു മണം ഉണ്ടാവാറുണ്ട് ഓണക്കാലത്ത്. പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെ? കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ടിങ്ങനെ വെച്ചിട്ട് അങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മണം. എന്താ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഓണത്തെ കുറിച്ച്? എൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഓണമാണ്. അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു. അപ്പം എൻ്റെ ചൈൽഡ് ഒരു സ്കൂളിംഗ് എല്ലാം പോലീസ് ക്യാമ്പിലായിരുന്നു. തൃശ്ശൂർ രാമവർമ്മപുരം ക്യാമ്പിലായിരുന്നു. അപ്പോൾ അവിടെ ഈ 900 ഏക്കറുള്ള ഒരു പോലീസ് ക്യാമ്പും അവിടെ ഒരു 10-50 ക്വാർട്ടേഴ്സും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഓണം ഫുള്ള് ചെയ്തിട്ടുള്ളൂ. അപ്പം എൻ്റെ ചിലപ്പോൾ ഈ മറ്റുള്ളവർ കണ്ടിട്ടുള്ള പോലെ ഈ കുമ്മാട്ടിക്കളിയോ ഈ തൃക്കാക്കരപ്പം വെച്ചിട്ടുള്ള അത്തപ്പൂക്കളിട്ടുള്ള അത്ര ഒരു വളരെ ഇതുള്ള പ്രതീക്ഷയുള്ള ഗ്രാമത്തിലെ ഓണം പോലെയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ വെക്കേഷനാണ്. ഈ വെക്കേഷൻ ടൈമിൽ ഞങ്ങളെല്ലാവരും കുട്ടികളെ ഒരുപാട് എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട് ക്യാമ്പിൽ. അപ്പോൾ ഈ മൊത്തം ഒരു കാക്കിയുടെ നിറത്തിൽ അല്പം പൂക്കളുടെ നിറമുള്ള ഒരു കൊച്ചു ഓണം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ മറ്റുള്ള പുറത്ത് ഈ ആകെ പോകുന്ന പിന്നെ ഓണത്തിന് തൃശ്ശൂർ ഈ 4ാം ഓണത്തിന് പുലിക്കളി ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരു പോലീസ് വാനിൽ ഈ കുട്ടികളെല്ലാം കയറ്റി ഇത് കാണിക്കാൻ കൊണ്ടുപോകും. എനിക്കൊരു ഓണത്തിന്റെ എൻ്റെ ഒരു ഓർമ്മ അതാണ്. പിന്നെ എല്ലാ കുട്ടികളായിട്ടുള്ള ഒരു കളിയും ബഹളവും അങ്ങനത്തെ ഒരു ഓണമാണ് ശരിക്കും. നാട്ടിൻപുറത്ത് ഓരോ പുലിയൊക്കെ ഇറങ്ങുമെങ്കിലും തൃശ്ശൂരാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന തൃശ്ശൂർ ജനിച്ചിട്ട് ഇത് വേണ്ട രീതിയിൽ ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടായില്ല എന്ന് പറയുന്ന ഒരു ശരിക്കും അല്ല, ആസ്വദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോ ഈ ഗ്രാമത്തിൽ കാണുന്ന ത്രില്ലുണ്ടല്ലോ, ഇങ്ങനത്തെ ഭയങ്കര ഇതുണ്ട്. അങ്ങനത്തെ ഒന്നും കാരണം ഈ ക്യാമ്പിലേക്ക് വരാൻ പേടിക്കും ആൾക്കാരെല്ലാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരുപാട് സെക്യൂരിറ്റി ഇതുകൾ കളഞ്ഞിട്ടുണ്ടല്ലോ വരാൻ. അപ്പൊ ആ ഒരു പേടിയുള്ളതുകൊണ്ട് അധികം ഇങ്ങനത്തെ ആൾക്കാർ ആരും വരില്ല. ഈവൻ പച്ചക്കറി വിൽക്കാൻ വേണ്ടിയിട്ടോ ഇപ്പൊ ഒരു മീൻകാരനൊന്നും ക്യാമ്പിന്റെ ഉള്ളിലേക്ക് വരില്ല. കാരണം വില പേശി കഴിഞ്ഞാൽ കൊടുത്തല്ലേ പറ്റുള്ളൂ. അവരാരും ഇതിന്റെ ഉള്ളിലേക്ക് വരില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ വളരെ ഒരു ഇതിന്റെ ഉള്ളിൽ മാത്രം ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമുണ്ട്. പക്ഷെ അതിന്റെ അകത്ത് കുട്ടികളുടേതായിട്ടുള്ള ഒരു പിന്നെ എന്റെ ഏജിലുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ മനു വർമ്മ, ചന്ദ്രൻ സാറിന്റെ മോൻ, ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നിട്ടുള്ള ചൈൽഡ്ഹുഡ് ഭയങ്കര രസമാണ്. കാരണം കളിക്കാൻ ഒരുപാട് സ്ഥലവും നിറച്ചു മരങ്ങളും മലയും മൊയിൽ അങ്ങനത്തെ ഒരുപാട് ഇതുകളൊക്കെ നല്ല സ്ഥലമാണ്. ഇപ്പൊ സെറ്റിൽ ആഘോഷിച്ച ഓണത്തിന്റെ വല്ല ഓർമ്മകളുണ്ടോ രണ്ടുപേർക്കും ആർക്കെങ്കിലും? സെറ്റിൽ ആഘോഷിച്ച ഒരു ഓർമ്മ? രാവിലെ എണീക്കും, വർക്കിന് ഉച്ചക്ക് ഇതുണ്ടാവും, സദ്യ ഉണ്ടാവും, എല്ലാരും കൊണ്ട് വരുന്ന ഉണ്ണും. അതിന് പിന്നെ വർക്ക് അങ്ങനെ ഒരു അതിന്റെ ആ ഒരു ആഘോഷത്തിന്റെ ഒരു പൊലിമ അവിടെ. സദ്യ ഈ അവിടെ ഈ വർക്കിന്റെ ടെൻഷൻ തന്നെ ആയിരിക്കുമല്ലോ. പായസത്തിന്റെ ആ ഒരു ഒരുമിച്ച് നല്ല ഊണ് കഴിക്കലിന്റെ അത്രയില്ലായിരുന്നു. പരസ്പരം കളിയാക്കലിന്റെ അതിന്റെയൊക്കെ ഒരു സീരിയൽ കൂടെയാണെന്ന് തോന്നുന്നു സിനിമാ രംഗത്തേക്കുള്ള വരവുണ്ടായത് അല്ലേ? മിഖായിലിന്റെ സന്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു ആ ഒരു സാഹചര്യം എന്ന് പറയുമോ? ഞാൻ എറണാകുളത്ത് ICWക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ICW ചലച്ചിത്രവും അല്ലെങ്കിൽ സീരിയലും ഒക്കെ അതാണ് ഞാൻ പറഞ്ഞുതരാം. അതെ. അപ്പോൾ അന്നൊന്നും എനിക്ക് വലിയൊരു ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും, അച്ഛൻ നാടകത്തിൽ അഭിനയിക്കുന്ന അത്യാവശ്യം കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിനുള്ളൊരു വലിയൊരു ടാലൻറ്റോ അത്ര വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും അതിലുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് എൻ്റെ ഒപ്പം തന്നെ എൻ്റെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി ജൂഡ ടിപ്പേറ്റിയുടെ നെയ്ബറാണ്.
ഇപ്പോൾ ജൂഡ ഡിപ്പീറ്റി അന്നൊരു ഈ സീരിയലിനൊരു നായകനെ അന്വേഷിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ മണി ഷൊർണൂർ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അച്ഛനുമായിട്ട് നല്ല അടുപ്പമുള്ളതാണ്. അങ്ങനെ മണി ഷൊർണൂർ പറയുകയും പിന്നെ ഈ കുട്ടി എൻ്റെ അടുത്ത് പറയും വിളിച്ചിട്ട് അങ്ങനെ ജൂഡ ഡിപ്പീറ്റി എന്നെ വിളിക്കുകയായിരുന്നു കാണാൻ വിളിക്കുകയും പിന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് കുറച്ച് ഈ ക്യാരക്ടറിനെ പറ്റി പറയുകയും അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞിട്ടൊരു സീനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഒരു ഭയങ്കര ചൈൽഡിഷാണ്, ഭയങ്കര കുട്ടികളെയായിരുന്നു എനിക്കിപ്പോൾ. അത്രയും സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ ചെയ്തു. അന്നൊരു ദിവസം പുള്ളി വിളിച്ചു പറഞ്ഞു വിജുനെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, ഒന്നുകൂടെ മേക്കപ്പ് ടെസ്റ്റ് ഇതെല്ലാം നടത്തണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ക്യാരക്ടറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതാണ് ക്യാരക്ടറിൻ്റെ സ്റ്റാർ സൈൻ, ഇങ്ങനെയാണ് ഈ ക്യാരക്ടർ നടക്കുക, ഇതൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിയുടെ ഒരു അപ്രോച്ച് ഇതിനോട് ഭയങ്കര സീരിയസ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ പിന്നെ ആ സീരിയൽ ചെയ്തു. ആ സീരിയൽ ചെയ്തപ്പോൾ ഇവരുടെ ഒരു ഡെഡിക്കേഷൻ, ഇപ്പോൾ ജൂഡ ഡിപ്പീറ്റിയുടെയും PF മാത്യൂസിൻ്റെയും ഇവരെല്ലാം ഒരു ഡെഡിക്കേഷൻ എന്നോട് കണ്ടപ്പോൾ നാച്ചുറലി അറിയാതെ നമ്മളും സീരിയസ് ആയി തുടങ്ങി. പിന്നെ ആ സീരിയലിന് വളരെ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് മൂവി ആയിട്ട് എടുത്തത്. സംയുക്ത ആ സീരിയൽ കണ്ടിരുന്നു? ഓ കണ്ടിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ ആ സമയത്തൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ടൈപ്പ് ആയിരുന്നില്ല. കണ്ടിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഈ താടി അതിനു വേണ്ടി വെച്ചാണോ നേരത്തെ ആ കാലത്ത്? ഇല്ല, ഞാൻ പെർമനന്റ് താടിയായിരുന്നു. അല്പൊരു ഭുജിയിലായിരുന്നു. ഫിലിമിൽ വന്നതിന് ശേഷമാണ് അതായിട്ട് ഷേവ് ചെയ്യുന്നത് പോലെ. അത് ശരി. അപ്പൊ അങ്ങനെ സത്യനങ്കിൾ എന്നെ നേരിട്ട് കണ്ടു. പിന്നെ സത്യനങ്കിൾ ലോയി സാർ കൂടെ ഒരു വർഷം വീട്ടിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചു, ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. ആ ക്യാരക്ടറിനെ ഉൾക്കൊള്ളാൻ വലിയ വിഷമമൊന്നും ഉണ്ടായി കാണത്തില്ല, എന്ന് വെച്ചാൽ ഇച്ചിരി കുസൃതിയൊക്കെ ആയിട്ട്. വീണ്ടും അല്ലെ അതിത്തിരി കുറച്ചും കൂടി മെച്ചോർഡ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈമൊക്കെ സത്യനങ്കിളും ലോയി സാറൊക്കെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിരുന്നു, കുറച്ച് ദിവസം സെറ്റിൽ കൊണ്ടുപോയി ഇരുത്തിയിരുന്നു. കൊണ്ടിരുത്താൻ മാത്രമല്ല അതിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന്റെ ഡെപ്ത് ഒന്നും അറിയില്ല, അതൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി, ഡയലോഗ്സും ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡെപ്ത് ഉള്ള ക്യാരക്ടറാണെന്ന് മനസ്സിലായി. ആദ്യം ബിജുമേനെ പോലെ തന്നെ വളരെ ലാഘവത്തോടു കൂടി കണ്ടോ? സീരിയസ് ആവില്ലല്ലോ. പിന്നെ ഈ മറ്റുള്ളവരുടെ ഇതിനോടുള്ള ഒരു അപ്രോച്ചോട് കൂടിയാണ് നമ്മളും ഓട്ടോമാറ്റിക്കലി ഭയങ്കര. ഒരു പക്ഷേ അഭിനയം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് സ്പർശിക്കുന്ന വളരെ ഗ്ലാമറിന്റെ ഒരു ലോകം എന്നൊക്കെ, അതും ഇതിന്റെ ഒരു കാര്യമായിരിക്കും. നമ്മൾ അതിൻ്റെ അകത്തോട്ട്, അതും പ്രത്യേകിച്ച് നമ്മളൊരു ആഗ്രഹം കൊണ്ട് പുറകെ പോയിട്ടല്ലല്ലോ ഇതൊന്നും വന്നത്. അതായിരിക്കാം രണ്ടുപേരുടെ. ആളുകൾ ഈ പുറത്തുനിന്ന് കാണുന്ന അത്ര ഒരു ലാഘവം ഇതിനില്ല. കാരണം വളരെ ഒരു ടെൻഷൻ ജോബ് തന്നെയാണ്. കാരണം നമുക്ക് ഇതിനൊരു പർട്ടിക്കുലർ ടൈമില്ല, എണീക്കുന്നതിന് ഉറങ്ങുന്നതിന് സമയമില്ല, ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ട്, ഭയങ്കര ട്രാവൽ ഉണ്ട്. പിന്നെ ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നുള്ള സ്ട്രെയിൻ ഭയങ്കരമാണ്. കാരണം ഓരോ സീൻസിനും നമുക്ക് ഇമോഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യല്ലേ. നമുക്ക് നാച്ചുറലി ദേഷ്യം വന്നിട്ടല്ലോ ആ സമയത്ത് നമ്മൾ ദേഷ്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സങ്കടം വന്നിട്ടല്ലോ നമ്മൾ കരയുന്നത്. അപ്പോൾ നമ്മൾ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മുടെ BP ബ്ലഡ് പമ്പ് ചെയ്തേ പറ്റുള്ളൂ ഓരോ മൊമെന്റിലും. ഇതെല്ലാം അതുകൊണ്ടാണ് ഈ ഫിലിം ആർട്ടിസ്റ്റിന് എല്ലാവർക്കും വളരെ യങ് ഏജിൽ തന്നെ ഈ BP ഇതെല്ലാം ഉള്ള കാര്യം അതാണ്. അല്ല, പലർക്കും തുടക്കത്തിൽ പല പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഡയലോഗ് പിടിക്കാൻ ബുദ്ധിമുട്ട്, അപ്പോൾ അതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആവുക, അപ്പോൾ ഇമോട്ട് ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ശരീരത്തെ കുറിച്ച് കൈ എവിടെ വെക്കേണ്ടത്, കാലം എവിടെ വെക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള എന്താ പറയുക, നമ്മൾ ഇത്രയും ആൾക്കാരുടെ മുമ്പിലും നമുക്ക് അല്ലാതെ റൂമിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഈ ലൈറ്റ്സും ഇതെല്ലാം ആയിട്ട് ക്യാമറയും ഇതിൻ്റെ എല്ലാം ശബ്ദവും മൊത്തം ഒരുപാട് ആൾക്കാർ മുമ്പിൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഒരു ടെൻഷൻ നമുക്കുണ്ടാവും. പിന്നെ ആ സമയത്ത് ഒരുപാട് ഡയലോഗ്സും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും. ഒപ്പം വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ നേഴ്വസ് ആവും. നാച്ചുറലി ഉണ്ടാവും നമുക്ക്. ഈ ഇതുമായിട്ട് ഡയലോഗ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്ന രസകരമായ സംഭവം വല്ലതും ഉണ്ടോ? ആദ്യം ഈ പോയപ്പോൾ സെറ്റിൽ നിൽക്കുകയും എല്ലാ പടത്തിലും ഉണ്ടോ? കാരണം എങ്ങനെ പോയാലും നമുക്ക് ഈ ടെൻഷനിൽ കുറേയൊക്കെ തെറ്റും, കുറെ സംഘങ്ങൾ. അപ്പൊ ചിരിക്കാനുണ്ടാവും. ഇപ്പൊ ഷോർട്ട് കട്ട് പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ വാക്കുകളൊക്കെ തെറ്റിപ്പോ ഭയങ്കര ഒറ്റ ഷോട്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന മൂവി ഇപ്പൊ അടുത്ത് ചെയ്തോണ്ടിരിക്കുമ്പോൾ സ്റ്റഡി ക്യാമിലാണ് ഫുൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഒരു ഷോട്ടാണ്. അപ്പൊ ഒരു 340 ഒക്കെ ലെങ്ത് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് തെറ്റിക്കരുത് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയിൽ ചിലപ്പോൾ ഒരു വാക്കൊക്കെ വിട്ടു പോകും, നമ്മൾ അറിയില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും പ്ലേ ചെയ്ത് കേൾക്കുമ്പോഴാണ് ഭയങ്കര മണ്ടത്തരാ പറഞ്ഞത്. രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളുണ്ടല്ലോ, അതിലെ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നാറുണ്ടോ? പ്രത്യേകിച്ച് പ്രണയം. അത് ഞാൻ ഈ ഭയങ്കര കോൺഷ്യസ് ആവായിരുന്നു. ഈ ആൾക്കാരെല്ലാം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സീനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കോൺഷ്യസ്. ഞങ്ങൾക്ക് ഐ ടു ഐ നോക്കാൻ പറ്റില്ല. ഭയങ്കര മുഖത്ത് നോക്കി ഭയങ്കര സീരിയസ് ആയിട്ട് ഡയലോഗൊക്കെ പറയുമ്പോൾ ഒക്കെ
കട്ട് പറഞ്ഞാൽ രണ്ടുപേരും അപ്പം തന്നെ ചിരിക്കുകയും ചെയ്യും, മാറിപ്പോകും. കാരണം നമുക്ക് പറ്റില്ല, ഫേസ് ചെയ്യാൻ പറ്റാണ്ട് തുടങ്ങുന്ന ആൾക്കാർ എല്ലാവരും നമ്മളെ നോക്കുന്നു എന്നൊരു ഫീലാണ്. അതെ അതെ. നേരത്തെ പ്രണയിച്ച് നടന്ന സമയമുണ്ടല്ലോ, അപ്പൊ അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ടോ ഈ പാട്ട് ഞാൻ കേട്ടു അത് കൊള്ളാം അത് കേൾക്കണം അങ്ങനെയുള്ള എന്തെങ്കിലും ഇത് ഉണ്ടാവാറുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? ഉണ്ടാവാറില്ല, കാരണം വഴക്കായതുകൊണ്ട് അത്രയ്ക്ക് വഴക്കായിരുന്നു. അഭിപ്രായ വഴക്ക് തീർക്കാനൊരു പാട്ടാകാരുന്നല്ലോ. ഫോണില് സംസാരിക്കാൻ കിട്ടാറില്ല എന്നുള്ളതാണ് ഇവളുടെ മെയിൻ വഴക്ക്. നമ്മള് സെറ്റ്സിലാകുമ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ മൊബൈൽ ഓഫ് ചെയ്തിടും. കാരണം അത് ഭയങ്കര ഒരു ശല്യമാണ്, മറ്റുള്ളവർക്കും കൂടെ ഭയങ്കര ശല്യം. അപ്പോൾ ഓഫ് ചെയ്തു. അപ്പോൾ ഇവിടെ വിളിക്കുമ്പോൾ കിട്ടില്ല, ഞാൻ ഓൺ ചെയ്യുന്ന സമയത്ത് അപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അധികം സംസാരിക്കാത്തതിന്റെ പണക്കങ്ങളുണ്ട്. പിന്നെ കിട്ടുമ്പോഴാണ് ചിലപ്പോ ഞാനും വർക്കില്ല, ബിജുവേട്ടൻ വിളിച്ചാലും എന്നെയും കിട്ടില്ല. അങ്ങനെ ചിലപ്പോ ഞാൻ 10 മണിക്ക് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ ഞാൻ മറന്നു പോകും. ചിലപ്പോ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും. അങ്ങനെ ഈ പ്രണയം തുടങ്ങിയതിന് ശേഷം അഭിനയിച്ചതായിരുന്നു? പ്രണയം തുടങ്ങിയ ശേഷം അങ്ങനെ അഭിനയിച്ചില്ല. പ്രണയം അങ്ങനെ ഒരു പ്രണയം ഒന്നും ഉണ്ടായില്ല. ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ പ്രണയം, പിന്നെ വീട്ടുകാരായിട്ട് ഡിസൈഡ് ചെയ്തൊരു മാരേജ് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ തമ്മിൽ വളരെ ഹെൽത്തി ആർഗ്യുമെന്റ്സ് ഉണ്ടാകുന്ന 2 പേരെന്നുള്ളതല്ലാതെ ഞങ്ങൾ അങ്ങനെ കൂടി ഭയങ്കര ഒരു ഷെയറിങ്, ഒരു ലവ്, അങ്ങനത്തെ ഒരു ഇതിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടുകാർ 2 പേരുടെയും ഫാമിലി ഒരുമിച്ച് അവരുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്ന പോലെ തന്നെ അവർ തന്നെയായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ അതൊരു വിവാഹത്തിലേക്ക് എത്തിയെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ ഒരു കാര്യമില്ലാതെ ആളുകൾ എല്ലാവരും കൂടെ പറഞ്ഞോ പ്രണയാണെന്ന്? എന്തായിരുന്നു? അല്ല സത്യമല്ല, ചുമ്മാ ഒന്നും ആൾക്കാർ പറയില്ലല്ലോ. ആദ്യം കുറച്ച് അല്ലല്ലേ സമ്മതിക്കാൻ വേണ്ടിട്ടായിരുന്നു എന്റെ ആറ്റിറ്റ്യൂഡല്ലേ ഞാൻ പ്രണയിക്കാന്ന് വെച്ചാൽ ഭയങ്കര ചമ്മലുള്ള കാര്യം. മനസ്സിലായി എന്താണ് വഴക്കിന്റെ കാര്യം എന്നുള്ള കാര്യം. ഇത്തരം ചെറിയ സാധനങ്ങൾ എന്തായിരുന്നു? അല്ല പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ വഴക്കൊക്കെ ഉണ്ടെങ്കിലും ഇഷ്ടമാണെന്ന് ഇതായതിനു ശേഷം പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ബിജുവേട്ടൻ ഇങ്ങനെ ഇതാണ്, എനിക്ക് വേറെ ആരും ആലോചിക്കും, ഞാൻ ആരും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പപ്പ പോയി ബിജുവേട്ടൻ്റെ വീട്ടിൽ പോയി സംസാരിക്കുക ചെയ്തത്. പിന്നെ ബിജുവേട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ താല്പര്യമുണ്ട്, ബ്രദേഴ്സൊക്കെ ഫാമിലിയൊക്കെ മനസ്സിലായി. പിന്നെ ഒരു ദിവസം ബിജുവേട്ടൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അങ്ങനെ പിന്നെ ഫാമിലീസ് തമ്മിൽ നല്ല അടുപ്പായി. കാരണം ഒരേ നാട്ടുകാരും ഒരേ ഇതൊക്കെ ആവുമ്പം പെട്ടെന്ന് യോജിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് യോജിച്ചു പോയി. ആദ്യം അറിയണ്ടായിരുന്നില്ല ബിജുവേട്ടൻ തൃശ്ശൂരാണ് എന്നുള്ളത് തന്നെ ചന്ദ്രനാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനു മുമ്പ് തൃശ്ശൂർക്കാരനാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. കണ്ടോ എന്ത് കൃത്യമായിട്ട് പറഞ്ഞു. ഇനിയെങ്കിലും മനസ്സിൽ ആദ്യം കണ്ടപ്പോഴേ സംയുക്തയോട് ഇഷ്ടം ഉണ്ടായിരുന്നു അങ്ങ് സമ്മതിച്ചൂടെ? ഇല്ല അതിപ്പോ ഞാൻ പറഞ്ഞാലേ എന്തായാലും ഇത് നല്ലൊരു തീരുമാനമായിരുന്നില്ലേ? വീട്ടുകാർ തീരുമാനിച്ചായാലും 2 പേരുടെയും ആ കാര്യം തീരുമാനം നല്ല തീരുമാനം തന്നെയായിരുന്നു. ഇപ്പൊ അനുഭവിക്കുന്ന ഞാൻ അഭിനയവും ജീവിതവും തമ്മിൽ വളരെ ഡിഫറെന്റ് ആണ്. പക്ഷെ ബേസിക്കലി ഇതൊരു റിമോട്ടിങ്ങിന്റെ പ്രശ്നം വരുന്നുണ്ടല്ലോ. ഇതൊരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു സംഭവം തന്നെ, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് എല്ലാം അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. സാധാരണ ഒരു പ്രണയത്തിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് ചുമ്മാ അവിടെ പോയി പാട്ട് പാടുന്ന പോലെയുള്ള വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് ഉള്ളതായിരുന്നു. ഇത് ഏതെങ്കിലും രീതിയിൽ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുമോ? ഞാൻ പറഞ്ഞല്ലോ ചിലപ്പം സാഹചര്യങ്ങളായിരിക്കും ഞങ്ങളെ അടുപ്പിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പം ചില സീൻസ് അഭിനയിക്കുമ്പോൾ പക്ഷെ ഒരുപാട് ഇൻവോൾവ്മെന്റ് തോന്നിയിട്ടുണ്ടാവാം. പരസ്പരം പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ തന്നെയായിരുന്നു ഒരുവിധം എല്ലാത്തിലും നമ്മൾ പറയുന്ന ഡയലോഗുകൾ. അതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പൊ സമ്മതിച്ചേട്ടോ, നേരത്തെ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ? അതെന്തായാലും നന്നായി അങ്ങനെ പറഞ്ഞത്. അല്ല അതിലൊരു ചെറിയൊരു ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളങ്ങ് അഡ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അഡ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്നാലും ഈ സിനിമയിലെ അഭിനയത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേനും അടിയുണ്ടാക്കാറുണ്ടോ? ഞങ്ങൾ അഭിനയിക്കുന്ന ചിത്രങ്ങൾ ഞങ്ങൾ 2 മോശമായിട്ട് അഭിനയിക്കും. നമുക്ക് ഞങ്ങൾ തന്നെ ഭയങ്കര ക്രിട്ടിക്കാണ്. ഞാൻ അഭിനയിച്ചൊന്നും എനിക്ക് ഒരു കാലത്തും ഇഷ്ടാവില്ല. ഭയങ്കര ചമ്മലാണ്. നമ്മൾ മോശമായി പോയി നമുക്ക് എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കും ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. നമുക്ക് തൃപ്തി വരില്ല. എന്നാലും പരസ്പരം അഭിപ്രായം പറയാറുണ്ടോ? സംയുക്തയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിജുവിന്റെ ക്യാരക്ടർ ഏതാണ് ഇതുവരെ അഭിനയിച്ച കൂട്ടത്തില്? എനിക്ക് കണ്ണെഴുതി പൊട്ടുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൃഷ്ണകുടിയുടെ പ്രണയാളത്ത് ഇഷ്ടമായി.
ഒരുപാടുണ്ട്, ഒരുപാട്. ചിലത് ചില കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ ശിവം എന്ന് പറഞ്ഞ മൂവി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായി. പിന്നെ മഴ, മധുരമ്പുരക്കാറ്റ്, മേഘമൽഹാർ പോലുള്ള പടങ്ങൾ. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് ഇന്നലകൾ അറിയാതെ എന്നൊരു മൂവി ഉണ്ട് വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് ആ മൂവി ഇഷ്ടമായി. പിന്നെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് പെട്ടെന്ന് പേര് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയത് പെർഫോമൻസ് ആയിട്ടുള്ളൊരു മഴ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. 2 സ്റ്റേജസ് ഉള്ളൊരു അത് ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആണ്. പിന്നെ വീണ്ടും ചില വിട്ട കാര്യങ്ങളുള്ള ഫസ്റ്റ് മൂവി തന്നെ നല്ലതായിരുന്നു. പിന്നെ മധുരമ്പുരക്കാറ്റ് അതൊന്നേ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും കണ്ടിട്ടില്ല. കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ളതാണ്. സീബ്ര കിച്ചൺ പ്രോഡക്ട്സിന്റെ ചില ലളിതവും ഉപകാരപ്രദവുമായ ഐറ്റംസുമായാണ് സാർ ഞാൻ വന്നിരിക്കുന്നത്. സർ, സാറിന്റെ ഭാര്യയും അമ്മയും സഹോദരിയും എല്ലാം അടുക്കളയിൽ ചാരവും സോപ്പും അഴുക്കും പുരണ്ട സ്റ്റോപ്പ് ഇറ്റ്. സർ, സ്ത്രീകൾക്ക് അടുക്കളയിൽ ഈ കയ്യുറകൾ വേണ്ട. സ്ത്രീകൾക്ക് കയ്യുറകളെ ആവശ്യമില്ല. സാർ, ഗ്യാസ് സേവറുണ്ട്, ഗ്യാസ് ലാഭിക്കാം. വേണ്ട, ആ ലാഭം വേണ്ട. മടക്കാവുന്നതും കത്രിക മുതൽ ചട്ടുകം വരെ ആക്കാവുന്നതുമായ 7 ഉപകരണങ്ങൾ ഒന്നിൽ. 7 സാമുറായി. 7 ഉപയോഗങ്ങൾ നടക്കും. കറിക്കരിയാം, പപ്പടം കാച്ചാം. കുട്ടി ഡിസ്റ്റർബ് ചെയ്യാതെ പോകും. ഞാൻ സീരിയസ് ആയിട്ട് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒന്ന് എടുക്കൂ സാർ. ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. എനിക്കിപ്പോ ആവശ്യം കുറച്ച് ഭാവനയാണ്. അതുണ്ടാവോ കുട്ടിയുടെ കയ്യില്? നാശം. ആലോചിച്ചുകൊണ്ട് നൊക്ക പോയി. ബ്രെയിൻ മസാജർ ഉണ്ട് സാർ, വേണം? എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പം ഏതെങ്കിലും ഒരു 2 പേര് അഭിനയിച്ച ഒരു സീൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും സെലക്ട് ചെയ്യുക? ഏത് സിനിമയിൽ നിന്നുള്ള സീനായിരിക്കും സെലക്ട് ചെയ്യുക? ആലോചിക്കേണ്ടതായിട്ട് വരും. പെട്ടെന്നൊരു സീൻ പറയാൻ അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ള വയ്ക്കാമല്ലോ നമ്മളായിട്ടൊരു സീൻ പറയാനായിട്ട്. കാരണം നമുക്കെല്ലാം എല്ലാറ്റിനോടും ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ചെയ്ത പ്രൊഫഷനാണ്, നമ്മൾ ചെയ്ത ഒരു ഇതാണെന്നുള്ളത് കൊണ്ട് എല്ലാറ്റിനോടും ഒരു അടുപ്പം കാണും. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ എന്തായാലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു രംഗം, ആഗ്രഹിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ് കേട്ടിട്ടുള്ള, ഏറ്റവും കൂടുതൽ അത്രയും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള, ഇപ്പം പല പ്രാവശ്യം സുഷ്മി തന്നെ പറഞ്ഞു ഞങ്ങളുടെ ആ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരു രംഗം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിക്കാം. എന്തിനാ ഞങ്ങളുടെ നാടകം കളിച്ച് എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് എന്തിനാ എന്നെ ഇങ്ങനെ വിട്ടിയാക്കിയത്? ഒക്കെ ശ്രീകുട്ടിയുടെ ഒരു തമാശ അല്ലേ? അതോ കഥയിൽ പലയിടത്തും സൂചനകളുണ്ടായിട്ടും ആ പെൺകുട്ടി തന്നെയാണ് ഈ എഴുത്തുകാരിയെന്ന് ഞാൻ തിരിച്ചറിയാതെ പോയതിന് മധുരമായൊരു പകരം വീട്ടിലോ? അന്ന് കൽമണ്ഡപത്തിനടുത്ത് കാഴ്ചയിൽ നിന്ന് മറയണവരെ കരഞ്ഞുകൊണ്ട് നോക്കിയെന്ന പെൺകുട്ടിയെ പിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്ന രംഗം പലപ്പോഴും സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ അമ്പലനടയിലോ അപ്രതീക്ഷിതമായി എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രായം ചെന്നൊരു സ്ത്രീയുടെ മുഖം വെറുതെ മനസ്സിൽ മിന്നി മാഞ്ഞിട്ടുണ്ട് പലതവണ. എന്നിട്ടിപ്പോൾ ഒരു കുറ്റബോധത്തോടെ വല്ലാത്തൊരു വീർപ്പൂട്ടിലൂടെയാണ് ആ പഴയ കളിച്ചങ്ങാതി വന്ന് മുമ്പിൽ നിൽക്കുന്നത്. ഒക്കെ എൻ്റെ ഒരു തരം ചീപ്നെസ് അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ന് കൂട്ടിക്കൊടും. അന്ന് അങ്ങനെ പറഞ്ഞു പോയതിൽ ഒരുപാട് തവണ എന്നെ തന്നെ ശപിച്ചിട്ടുണ്ട് ഞാൻ. മാപ്പ്, ഒന്ന് മാപ്പ് പറയാനുള്ള അവസരം തന്നിരുന്നില്ല ഇതുവരെ. മാപ്പ്. ഇപ്പോഴാണ് സമാധാനമായത്. ഒരു വലിയ മഴ പെയ്ത് തോർന്ന പോലെ. ഇനി ഞാൻ പോയിക്കോളാം. ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിച്ചോളാം. എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ പോലും പരിചയം ഭാവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോളാം. പക്ഷേ അന്ന് കാഴ്ചയിൽ നിന്ന് മറയണവരെ കരഞ്ഞുകൊണ്ട് നോക്കിയെന്ന പെൺകുട്ടിയെ മാത്രം മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറയരുത്. അതുമാത്രം പറ്റില്ല എനിക്ക്. അതെൻ്റെ അവകാശം. ആരും അറിയാതെ എന്നും കൊണ്ടു നടന്നിരുന്ന ഒരു സ്വകാര്യ സ്വപ്നം. രാജീവ്, സ്വന്തം
സ്വന്തം സിനിമയിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ എന്താ തോന്നാറ് മനസ്സിനകത്ത്? സ്വന്തം അഭിനയിച്ച സീനുണ്ടല്ലോ, കണ്ണുപൊത്തിയിരിക്കും. ഓഡിയോ മാത്രം കേൾക്കുമ്പോൾ ഓഡിയോ നമുക്ക് പ്രത്യേക ഫീലാണ്. നമ്മൾ ചെയ്തൊരു മൂവിയിലെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അടുപ്പം കൂടും. നമുക്ക് കുറച്ചും കൂടെ വളരെ ഇതായിട്ട് നമ്മൾ ആ പാട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ആ പാട്ടിനോട് കുറച്ചും കൂടെ അടുപ്പം ഉണ്ടാവും. അതാണ് അല്ല, നമ്മൾ ഡിഫറെന്റ് ആയിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്ത് വെക്കാറുണ്ട് മനസ്സിനകത്ത്. ആ സിനിമ ഇപ്പൊ നേരത്തെ പോലെ കണ്ണടച്ചിരിക്കാന്ന് പറഞ്ഞത്, കണ്ണടച്ചിരിക്കുമ്പോൾ ഇത് വേറെ എന്റെ പാട്ടാണെങ്കിൽ ഞാൻ കണ്ണടച്ചിരിക്കും. അതെന്താ അത്രയ്ക്ക് ഇഷ്ടമല്ല? ഇല്ല, അതല്ല, ചുമ്മാ വെറുതെ പറഞ്ഞതാ. അല്ല, മനസ്സിൽ കൂടെ അങ്ങനെ വേറെ ചിത്രങ്ങൾ കടന്നു പോകും ചിലപ്പോ. ഇല്ല, നമ്മളെ ഷൂട്ട് ചെയ്യുന്ന മൊമെന്റ് ആണ് നമുക്ക് കൂടുതൽ ഓർമ്മ വരും. നമ്മളിപ്പോ ഈ പടത്തിന്റെ നമ്മളിപ്പോ ഈ ഒരു സ്ക്രീനിൽ കാണുന്നതല്ലാതെ ആ സോങ് കേൾക്കുമ്പോൾ ആ സമയത്തുണ്ടായിട്ടുള്ള ഇൻസിഡൻസും ഇന്ന ലൊക്കേഷനിലായിരുന്നു, ഇന്ന തമാശ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും, ഇന്ന ഇതുണ്ടായി, അങ്ങനത്തെ ലൊക്കേഷൻ നമ്മൾ ഓർക്കുക. നാച്ചുറലി നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ആ ലൊക്കേഷൻ ആയിരിക്കും കൂടുതൽ ഓർക്കുക. അവിടെയുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ ഷൂട്ടിങ് ആ ഒരു മാസം നമ്മൾ ഈ സോങ് കൂടെ നമുക്ക് ഓർമ്മ വരും. അതിലുണ്ടായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. കട്ട് ചെയ്താണല്ലോ എടുക്കുന്നത്, അതുകൊണ്ടുള്ള ഒരു ഇതുണ്ടാവും. ഒരുപാട് ലൊക്കേഷനിൽ വെച്ചായിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരും. ഈ ഒറ്റൊരു സോങ്ങിൽ കൂടെ തന്നെ നമ്മൾ ഈ ഒരുപാട് ലൊക്കേഷനിൽ പോയതും ഒരുപാട് ആൾക്കാരെ കണ്ടതും ഇതായിട്ടുള്ള സംഭവങ്ങളും എല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കൂടെ വളരെ ഒരു 5 മിനിറ്റിനുള്ളിൽ കൂടെ കടന്നു പോയതല്ല. രണ്ടുപേർക്കും പാട്ട് എന്തായാലും വളരെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ നമുക്ക് പാട്ടിൽ തന്നെ ഒത്തിരി തരത്തിലെ പാട്ടുകളുണ്ടല്ലോ. ചിലത് വളരെ സീരിയസ് ആയിട്ടുള്ള ഗാനങ്ങൾ, ശോകഗാനങ്ങൾ, അതുപോലെ തന്നെ വളരെ രസകരമായ പാട്ടുകൾ. ഇങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുള്ളത് ഏത് തരം പാട്ടായിരിക്കും? നമുക്ക് ശരിക്കും മെലഡിയാണ്. നമുക്ക് എത്ര പ്രാവശ്യം കേട്ടാലും മടുക്കാത്ത പാട്ടുകൾ മെലഡീസാണ്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ കൂടുതൽ പ്രാവശ്യം കേൾപ്പോൾ. ഇപ്പോൾ ഈ പ്രണയവർണ്ണങ്ങളിലെ ആരോ വിരൽ മീറ്റിയുള്ള പാട്ടൊക്കെ എത്ര പ്രാവശ്യം കേട്ടാലും നമുക്ക് മതിയാവാത്ത പാട്ടുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മേഘമൽഹാറിലെ ബിജുവിൻ്റെ പുതിയ ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഇനി? ഇപ്പോൾ ഓണത്തിന് ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന പട്ടാളം എന്ന മൂവി, ടി കെ രാജീവ് കുമാറിൻ്റെ ഇവർ, പിന്നെ ലെനിൻ സാറിൻ്റെ അന്യർ, ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. അന്യറിലെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ കുറച്ച് കേട്ടു. അന്യറിൽ ഞാൻ ചെയ്യുന്നൊരു ഫിലിം മേക്കറുടെ ഒരു ഡയറക്ടർ റോളാണ്. അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ അതുപോലെ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ജ്യോതിർമയി ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ അതിൽ ഈ സമൂഹത്തിലുണ്ടാകുന്ന ഇഷ്യൂസും സാധനങ്ങളും എല്ലാം നമ്മുടെ സമാലീനമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വളരെ ട്രെൻഡി ആയിട്ടുള്ള ഇപ്പോൾ പറഞ്ഞ ഈ ലാസ്റ്റ് മന്ത് വരാണെന്നിട്ടുള്ള എല്ലാ ഇഷ്യൂസ് വരെ കൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഈ രണ്ടുപേരുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടിയാണ് പറഞ്ഞു പോകുന്നത്. ഒരു വളരെ പുതുമയുള്ള ഒരു ചിത്രമാണ്. മര്യാദക്കാണെങ്കിൽ നിങ്ങൾക്ക് മോളെ ഇവിടെ കൊണ്ടുപോകാം. മോളോ? എന്റെ ബാപ്പയല്ലത്. എന്താടി അന്റെ അമ്മ പറഞ്ഞോ ഞാനല്ല എന്റെ തന്താന്ന്? എന്റെ ഉമ്മയ്ക്ക് ഇപ്പൊ കേട്ടില്ല. പിന്നെ പട്ടാളത്തിൽ ഞാൻ ചെയ്യുന്നൊരു ക്യാപ്റ്റൻ ബെന്നി എന്നൊരു ക്യാരക്ടറാണ് ഞാൻ. മമ്മൂക്കയുടെ സബോർഡിനേറ്റ്, പട്ടാഭിരാമിൻ്റെ സബോർഡിനേറ്റ്. അപ്പോൾ അതെനിക്ക് ആ ക്യാമ്പിലെ ഏക ഫണ്ണി ക്യാരക്ടറാണ്. കാരണം ഭയങ്കര ലേസിയാണ്, ഭയങ്കര ഒരു വളരെ ഇറസ്പോൺസിബിൾ ആണ് ഈ ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്ന കുറേ ഫണ്ണുകളും അങ്ങനത്തെ സാധനങ്ങളുള്ളൊരു കുറച്ചൊരു ക്യൂട്ട്നെസ് ഉള്ളൊരു ക്യാരക്ടറാണ് പട്ടാളത്തിൽ. പിന്നെ ഇവർ എന്ന മൂവിയിൽ ഞാൻ ചെയ്യുന്ന രാജീവ് കുമാറിൻ്റെ മൂവിയിൽ ചെയ്യുന്ന പാമ്പ് ജോസ് എന്നൊരു ക്യാരക്ടർ. ത്രൂ ഔട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഒരു വ്യത്യസ്തമായിട്ടുള്ള മൂന്നും എനിക്ക് വളരെ ഡിഫറെന്റ് ആയിരുന്നു. അണ്ടർവേൾഡ് ഒരു ക്യാരക്ടറാണ്. ഈ പട്ടാളത്തെ റോള് ഇപ്പോൾ സിറ്റുവേഷൻ കോമഡികൾ വരുന്നുണ്ടോ തോന്നുന്നു? സിറ്റുവേഷൻ ഹ്യൂമേഴ്സ് ഉണ്ട്, വരുന്നുണ്ടല്ലേ? അത് ഒരു ആദ്യമായിട്ടാണോ തോന്നുന്നത് ഇപ്പം ഹ്യൂമറിലെ റോൾ ചെയ്യുന്നത്? അങ്ങനെ അതോ ഹ്യൂമർ കുറച്ച് കൂടുതലുള്ള റോളുകൾ ഇതിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ആകാംക്ഷയുണ്ടോ? ആകാംക്ഷയുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അതും പട്ടാളക്കാരൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ള. പിന്നെ ഞാൻ അതിലൊരു സോങ് സീക്വൻസിലൊക്കെ ഡാൻസ് ചെയ്യാനൊക്കെ ശ്രമം നടത്തി. അറിയില്ല, പിന്നെ വീട്ടിൽ വന്ന് കളിച്ചത് എന്തൊക്കെയാ കളിച്ചതെന്നൊക്കെ. ശരി, അത് വലിയൊരു ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് പലപ്പോഴും അല്ലെ ഈ ഡാൻസ്? എന്താ അറിയോ, ഞാൻ ഈ ഫസ്റ്റ് മൂവി തൊട്ട് ഈ സീരിയസ് ക്യാരക്ടേഴ്സ് മാത്രം ചെയ്ത് വന്ന് ഒരു സോങ്, ഒരു മൂവിയിൽ പോലും ഒരു സോങ്ങിൽ എനിക്ക് ഡാൻസ് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യാതിരുന്നിരുന്നിരുന്ന് അറിയാതെ ഞാൻ സ്റ്റിഫായി പോയിട്ടുണ്ട്.
അപ്പൊ ഈ ഡാൻസ് ചെയ്യാന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ചമ്മലാണ്. നമ്മളറിയാതെ നമുക്കൊരു ഭയങ്കര സ്റ്റിഫ്നെസ് വരും. ആദ്യം ചെയ്ത ശീലമില്ലാത്തോണ്ടാണ്. ഒരു കാര്യം പറയട്ടെ, ആരും ഒരൊറ്റാള് വിശ്വസിക്കില്ല. ഞാനും വിശ്വസിച്ചിരുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത്. ബിജുവേട്ടൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 3 കൊല്ലം മറ്റോ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു ഡാൻസിന്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ കല്യാണത്തിന് ശേഷമാണ്. ഞാൻ പറഞ്ഞുതരാം. എന്ത് ഡാൻസ് ആയിരുന്നു? ഞാൻ ടെക്നിക്കൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് മുമ്പ് 11 പേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊക്കെ ഈ ഡ്രാമയുടെ കെയർ ഓഫിലാണ് ഞാനുള്ളത്. അപ്പൊ ഈ 11 പേര് തന്നെ എല്ലാം ചെയ്യണം. അപ്പൊ അങ്ങനെ ഈ ഡ്രാമയുടെ പേരിലാണെങ്കിലും ഞാൻ ഈ ഗ്രൂപ്പ് ഡാൻസിലൊക്കെ ഞാനുണ്ട്. അപ്പൊ ഒന്നുമില്ല, ഭരതനാട്യം ഒന്നുമല്ല, ഈ കാവടിയാട്ടൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഫോട്ടോസ് കണ്ടു. സിനിമയില് ഇത് ആൾക്കാര് കണ്ടിട്ട് അല്ല, കുറച്ച് മുതിർന്നു വരുമ്പോ നമ്മളുടെ വളർന്നു വരുന്ന ഈഗോയുമായിട്ടൊരു ബന്ധമുണ്ട്. അങ്ങനെ ഇൻഹിബിഷൻ എനിക്ക് സ്വയം ഡാൻസ് ചെയ്യാൻ അത്ര താല്പര്യമുള്ള ആളല്ല. ഈ മെയിൽ ഡാൻസിങ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് ഒരു ഇൻഹിബിഷൻ അത് ചെയ്യാനായിട്ട്. ഓ, കല്യാണത്തിന് ശേഷം സംയുക്തയുടെ പുതിയ ചിത്രങ്ങളൊന്നും കണ്ടില്ലേ? കല്യാണത്തിന് ശേഷം അഭിനയിക്കേണ്ടെന്ന് അങ്ങനെ തീരുമാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അല്ല, ഇപ്പം ഉടനെ ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് കാലത്തേക്കില്ല. ഞാൻ ഒരു കംപ്ലൈന്റ് ആയിട്ട് തന്നെ നമ്മുടെ നാട്ടില് ഈ നല്ല കഴിവുള്ള നടിമാരുണ്ടെങ്കിലും അവർക്ക് വേണമെങ്കിൽ അവർ ഏത് പ്രായം വരെ അഭിനയിക്കാമെങ്കിൽ പോലും വിവാഹം കഴിയുമ്പോൾ അങ്ങ് മാറുന്ന ഒരവസ്ഥയാണ്. പ്രൊഫഷണലിസം തീരെ കാണിക്കുന്നില്ല എന്നൊരു എൻ്റെ ഒരു ഇത് പറയാൻ ശരിക്കും. ഇപ്പം ഞാൻ ആക്ട് ചെയ്യാൻ പോകുന്നു, സംയുക്ത ആക്ട് ചെയ്യാൻ പോകുന്നു. രണ്ടുപേരും 2 ലൊക്കേഷനിലായിരിക്കും, 2 സമയത്തായിരിക്കും. ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ സംയുക്ത ലൊക്കേഷനിലായിരിക്കും, സംയുക്ത വരുമ്പോൾ ഞാൻ വേറെ ലൊക്കേഷനിലായിരിക്കും, ഞാൻ ഡബിങ്ങിന് വരികയായിരിക്കും, തിരിച്ചു വരുമ്പോൾ സംയുക്ത. അപ്പോൾ ഈ നമ്മളൊരു വിവാഹത്തിൻ്റെ ഉദ്ദേശം തന്നെ പരസ്പരം ഒരു ലൈഫ് ഷെയർ ചെയ്യാന്നുള്ളത്. ആ അവസരങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് കുറയും. നമ്മുടെ ജീവിതം ഒരുമിച്ച് എന്നുള്ളൊരു ജീവിതം ഭയങ്കരമായിട്ട് കുറയും. വല്ലപ്പോഴും 1-2 പ്രാവശ്യമൊക്കെ കാണുന്ന അങ്ങനത്തെ ഒരു ലൈഫിൽ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് പോകണം. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ സംയുക്തയുടെ അടുത്തോളം ഞാൻ അഭിനയിക്കാണ്ടിരിക്കാൻ നീ അഭിനയിച്ചോളാൻ പറഞ്ഞു. കാരണം എനിക്ക് വലിയ ടെൻഷനാണ് ഈ പണി, ഈ ഭയങ്കര ടെൻഷൻ. ഞാൻ വീട്ടിലിരുന്നാണ്. എങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ സംയുക്തയുടെ അഭിനയം കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കും ഞാനിങ്ങനെ പറഞ്ഞത്. അതെ, അതല്ല, തെറ്റില്ല. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു ആദ്യം വന്ന ഉടനെ. ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ട്രസ് ഒക്കെ ഇങ്ങനെ നിർത്തിപ്പോൾ എനിക്കും ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ നിർത്തിപ്പോൾ വലിയ അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും അന്ന് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു, എന്താണ് ഇവരങ്ങനെ കാണിക്കണേ. പക്ഷേ ശരിക്കും എൻ്റെ അനുഭവം വന്നപ്പോഴാണ് ഫിലിമിൽ നിന്ന് പെട്ടെന്ന് ഇപ്പം മാരേജ് കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് അത് ആലോചിക്കുക. അത് ഫിലിമിലുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വേറെ സ്ഥലത്തായിരിക്കും, ബിജുവേട്ടൻ വേറെ സ്ഥലത്തായിരിക്കും, അങ്ങനെ വേറെ വേറെ സ്ഥലത്ത്. അതുകൊണ്ടാണ് ലൈഫ് കൊണ്ടുപോകാനുള്ള പാടാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരിക്കലും അഭിനയിക്കില്ല എന്ന് പറയില്ല, എനിക്ക് പേടിയാ പറയാം. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല ഇതുവരെയും ലൈഫ് പോലെയാണ്. ഞാൻ ഫിലിമിലേക്ക് ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു ഞാൻ ഫിലിമിലേക്ക് വന്നു. ഞാൻ ഫിലിമിൽ നിന്ന് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ തന്നെ ഒരാളെ കണ്ടുപിടിച്ചു, കല്യാണം കഴിച്ചു. അപ്പോൾ പിന്നെ അതുപോലെ എൻ്റെ കല്യാണം ഞാൻ എന്നും പറയാറുള്ള ഒരു കാര്യം, എൻ്റെ കല്യാണം എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിരിക്കും. ഞാനും എൻ്റെ വളരെ അടുത്ത ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഒരു അമ്പലത്തിൽ വെറുതെ തുളസിമാല ഇട്ടിട്ടുള്ള ഒരു കല്യാണമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊന്നെ പ്രതീക്ഷിച്ചില്ല എൻ്റെ കല്യാണത്തിന് ഇത്രയും പേര് വരുന്ന. നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങനെ ആൾക്കാരെ ക്ഷണിക്കേണ്ടി വന്നു. പിന്നെ പലരും നമ്മൾ ക്ഷണിക്കാത്തവരും ഒക്കെ ആയിട്ട് പലരും വന്നു. അപ്പം അങ്ങനെയൊക്കെ ആയപ്പം ഒരു വലിയൊരു അങ്ങനെ ഞാനിതുവരെ പ്ലാൻ ചെയ്ത പോലെയല്ല എൻ്റെ ലൈഫ് പോയിരിക്കുന്നത്. അപ്പം ഞാൻ ഒരിക്കലും അഭിനയിക്കാൻ വരില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു സിനിമാ നടി എന്നുള്ളത് മാത്രമല്ല, മറ്റ് ടാലൻസും ഉണ്ടല്ലോ. അപ്പം ഡാൻസിന്റെ കാര്യം പ്രത്യേകിച്ച് അപ്പം അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വല്ല ഉദ്ദേശിച്ചുണ്ടോ? അപ്പം അങ്ങനെ ഞാൻ അത് ആലോചിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇല്ല, പക്ഷെ ഞാൻ 2ാമതും ഡാൻസ് പഠിക്കണം, 2ാമത് തുടങ്ങണം. ഒരിത്തിരി ഗ്യാപ്പ് ഇട്ടിരുന്നു ഫിലിമിന്റെ സമയത്ത്. 2ാമതും തുടങ്ങണ്ടേ. ഞാൻ തീർച്ചയായിട്ടും ഡാൻസ് ഞാൻ കണ്ടിന്യൂ ചെയ്യും. ആരെങ്കിലും ഒബ്സർവ് ചെയ്യാറുണ്ടോ മോഹിനിയാട്ടത്തിന് നമ്മുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ? ഞാനത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് സമയമുണ്ട് വീട്ടിലിരിക്കണോണ്ടും. പിന്നെ ബിജുവേട്ടൻ വർക്കിന് പോകുമ്പോഴൊക്കെ എനിക്ക് വേറൊന്നും അങ്ങനെ ഇതായിട്ടും ഇതൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ സമയമുള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിക്കും. ഞാൻ ആദ്യം എൻ്റെ ചെറിയമ്മൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത്. ചെറിയമ്മ ഡാൻസ് ടീച്ചറായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ ജനാർദ്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞ മാസ്റ്റർ അടുത്ത്. പിന്നെ മോഹിനിയാട്ടം ഞാൻ കലാമണ്ഡലം കവിത ടീച്ചറുടെ അടുത്തായിരുന്നു. സുനിൽ നല്ലായിരുടെ അടുത്ത് ഞാൻ കുച്ചിപ്പുടി പഠിച്ചിരുന്നു. ശരി. എന്തായാലും ഈ ഓണക്കാലത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ രണ്ടുപേരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ആദ്യത്തെ ഓണം, അതിനിടയ്ക്കും ഇവിടെ വരാനും പ്രേക്ഷകരുമായിട്ട് ഇത്രയും സമയം പങ്കിടാനും കാണിച്ച സൗമനസ്യം
ഞങ്ങളുടെ എല്ലാ ഓണാശംസകളും. എന്താണെന്ന് ഓണത്തിന് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഓണത്തിന്റെ ഒരു എന്താ ഒരുക്കേണ്ടത്, വല്ലതും ഒരുക്കണോ വേണ്ടേ, എങ്ങനെയൊക്കെയുള്ള ഒരുമിച്ചുണ്ടാവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അടുത്ത ഓണം ആവുമ്പോഴത്തേക്ക് വേറെ അതിഥികൾ ആരെങ്കിലും കാണുമോ? ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ രംഗത്തെ രണ്ടുപേർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾ നേരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നിങ്ങൾ എല്ലാവരുമായിട്ട് ഇത്രയും നേരം നല്ലൊരു സൗഹൃദം നമുക്ക് പങ്കിടാൻ പറ്റി. അത് കൈരളിയുടെ എല്ലാ പ്രേക്ഷകരുമായിട്ട് നമുക്ക് നല്ലൊരു സൗഹൃദം ഷെയർ ചെയ്യാൻ പറ്റി. എല്ലാവർക്കും, കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.